നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് വിജയകുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ്. ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മാത്രമല്ല അനവധി സംശയങ്ങളും ദുരൂഹതകളും ഒപ്പം എങ്ങനെയാണ് വിജയകുമാർ കോടീശ്വരനായി മാറിയത് എന്നടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വിശദീകരണവും ഒക്കെ തന്നെ വരുന്നുണ്ട്. നമുക്കത് ഈ സമയം ചർച്ച ചെയ്യാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയകുമാറിന്റെ മകൾ USA നിന്ന് വരുന്നതാണ്. അച്ഛനും അമ്മയും മരിച്ച ആ വീട്ടിലേക്കാണ് വരുന്നത്. 6 മാസം മുൻപാണ്. എനിക്ക് തോന്നുന്നു പണമുണ്ട് എങ്കിലും സമാധാനവും സന്തോഷമില്ലാത്തൊരു വീടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം സഹോദരൻ മരിക്കുന്നു, സ്വന്തം കല്യാണത്തിന് സ്വന്തം അമ്മ വരുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം. അങ്ങനെ US-ലേക്ക് പോകുന്നു. പിന്നീട് വരുമ്പോൾ ഇവിടെ അച്ഛനും അമ്മയും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മകൾ എപ്പോഴാണ് എത്തിയത്, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, മൃതശരീരങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടില്ല, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം രാത്രി വെള്ളിയാഴ്ച എത്തിയെന്നാണ് അപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പക്ഷേ ഏത് സമയമാണെന്ന് അറിയില്ല. മകൾ വന്നതിന് ശേഷമാണ് ഇതിന്റെ സമയവും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ നാളെ ശ്രീവത്സത്തിൽ ആ വീട്ടുവളപ്പിൽ തന്നെയാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 3 മണിയോട് കൂടിയിട്ടായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക എന്ന് മകൾ വന്നതിന് ശേഷം തീരുമാനിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അവരുടെ ഓഡിറ്റോറിയത്തിലെ കുറച്ച് സമയം അത് പൊതുദർശനത്തിനായിട്ട് വയ്ക്കും. ഒരുപാട് ജീവനക്കാരടക്കമുള്ളതല്ലേ, അപ്പോൾ അവിടേക്കും ആളുകൾ കാണാനായിട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുക. അതുകൊണ്ട് തന്നെയാണ് അവിടെയും കുറച്ചു നേരം മൃതദേഹം പൊതുദർശനത്തിന് വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും മകൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആകെ ഉണ്ടായിരുന്നത് ഒരു അച്ഛനും അമ്മയും ആയിരുന്നു. കുറച്ച് 6 മാസങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിച്ച് US-ൽ പോയി അവിടെ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിൽ പിന്നീട് മടങ്ങി വരുമ്പോൾ കാണുന്നത് ഈ പറയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ചേതനയേറ്റ ശരീരം തന്നെയാണ്. ആകെ ഉണ്ടായിരുന്നത് ഒരു സഹോദരനായിരുന്നു. ആ സഹോദരനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. മകളെ സംബന്ധിച്ചും ഇതൊരു ജീവിതകാലം മുഴുവൻ ഇനി അതൊരു വേട്ടയാടുന്ന സംഭവങ്ങളാണ്. 3 പേരും ഇത്തരത്തിൽ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അതിന്റെ ഒരു വേദന പേറിക്കൊണ്ട് തന്നെ വേണം ഇനി ആ മകൾ, ഗായത്രി എന്നാണ് പേര്, ഇനി അത് ജീവിക്കാൻ എന്നുള്ളത്. അതെ എന്നുള്ള കാര്യം നമുക്ക് അവരുടെ വേദനയ്ക്ക് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ നമുക്കൊരു സംശയം, മകള് വരുന്ന സമയത്ത് സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൽ അമിത്തിന്റെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന, വിവാഹം കഴിച്ചിട്ടില്ല, ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി അടക്കം അവിടെ കുറച്ചു കാലം ജീവിച്ച് അവിടെ തന്നെ പണിയെടുത്തിരുന്നു എന്നൊക്കെ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഈ മകൾക്ക് ഈ അമിത്തിനെ അറിയുമോ എന്നുള്ളത് ഇനിയൊരു ചോദ്യമാണ്. ഒരു പക്ഷെ അറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം വീട്ടിലാണല്ലോ. മാത്രമല്ല ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ മൊബൈൽ മോഷണം പോയി, അതുപോലെ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് 2 ലക്ഷത്തിലധികം പൈസ സ്വന്തം അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്തരത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സംഭവമൊക്കെ. അതുകൊണ്ട് തന്നെ വിജയകുമാർ ഇത് എന്തായാലും അത് മകളോട് പറയാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. അവരതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഈ മകൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ 5.5 മാസം മുമ്പാണ്, 5 മാസത്തോളം അയാൾ ജയിലിൽ വിവാഹത്തിനൊക്കെ മുൻപായിരിക്കും. അപ്പൊ ഇനി ഒരു മകൾ ഈ അമിത്തിനെ അറിയുമോ, അല്ലെങ്കിൽ ആ മകൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അമിത് ഇത്തരത്തിൽ അച്ഛനുമായിട്ട് അവിടെ വെച്ചിട്ടും പലപ്പോഴും തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു, തർക്കമുണ്ടായിട്ടുണ്ടെന്ന് അമിത് പറയുന്നുണ്ടല്ലോ. അതൊക്കെയാണ് ഈ ഒരു വൈരാഗ്യത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇനി അറിയാനുള്ളത് ഒരു പക്ഷേ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആ മകളുടെ കൂടെ മാനസികാവസ്ഥ നോക്കിയതിനു ശേഷം ഒരു പക്ഷേ പോലീസ് മകളോട് വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യതയുണ്ടാകും. കാരണം ഈ മോഷണ ശ്രമം നടക്കുന്ന സമയത്ത് മകൾ അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് എന്തായാലും തള്ളിക്കളയുന്നില്ല. അപ്പോൾ അതും ഒരു നിർണായകമായിരിക്കും. മകൾ എന്തായിരിക്കും പറയുന്നത് എന്നുള്ളതും ഈ ഒരു കേസിലേറെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തെളിവ് തന്നെയായിരിക്കും. അതെന്തായാലും പോലീസ് ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനിടയിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്നപ്പോൾ യാതൊരു ഭാവവ്യത്യാസമില്ല, പോലീസിനോടൊക്കെ വിവരിക്കുന്നത്. പിന്നെ പറയുന്നത് മീരയെ കൊല്ലാൻ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് ഈ മീരയെ കൊല്ലാനുള്ള താല്പര്യമില്ല എന്ന് പറയുമ്പോഴും അപ്പോഴും ചില ദുരൂഹതകളുണ്ട്. അതായത് 2 പേരും 2 മുറിയിലാണ് കിടന്ന് ഉറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഭാര്യയും ഭർത്താവും 2 മുറിയിലാണ് ഉറങ്ങുന്നതെന്ന് പറയുന്നു. അത് ചിലപ്പോൾ ആയിരിക്കാം. നമുക്കറിയാമല്ലോ, പല വീടുകളിലും പുറത്ത് കാണുന്ന പോലെയല്ല അകത്തുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നത്. ഒരു പക്ഷേ അച്ഛനും അമ്മ, അതായത് മക്കൾക്ക് പോലും അറിയില്ലായിരിക്കും അച്ഛനും അമ്മയും വളരെ ദുഃഖത്തിലും അതുപോലെ തന്നെ വളരെ മാനസികമായി അല്ലാതെയാണ് കഴിയുന്നതെന്ന് ഒരു പക്ഷേ അച്ഛനും മക്കൾക്ക് പോലും അറിയാത്ത സാഹചര്യം പല വീടുകളിലും ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ എന്ന് തോന്നുന്നു. കാരണം 2 മുറിയിലാണ് ഇവർ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആദ്യം ഈ വിജയകുമാറിനെ കൊല്ലുന്ന ആ ഒരു ശബ്ദം കേട്ട് ഇറങ്ങി വന്ന മീര ആരാണെന്ന് ചോദിച്ചാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ തന്നെ കണ്ടുവെന്നും ഉടനെ തന്നെ ആരോടെങ്കിലും പറയുമെന്ന ഒരു ഭീതിയിലാണ് ഇവരെ കൊന്നു കളയുന്നത്. മുഖത്തേക്ക് അടിക്കുകയും ഒക്കെ ചെയ്ത് വികൃതമാക്കി കൊല്ലുന്നത്. 2 പേരെയും
അങ്ങനെ 2 മുറിയിലായി കൊന്നിടുന്നു. അതിനുശേഷം ഏകദേശം 16ഓളം CCTV ക്യാമറകൾ ഉണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെയൊന്നും തന്നെ മറയ്ക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം പല ക്യാമറയിൽ പെടാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല, കാരണം എല്ലായിടത്തും പെടും. അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും മറയ്ക്കാൻ കഴിയില്ല. മാത്രമല്ല CCTVയിലൊക്കെ തന്നെ പൊതുവേ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ CCTVയിലുള്ള സമയത്ത് അത് എന്തെങ്കിലും ഒരു സാധനം പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കീ എന്നുള്ളൊരു അലേർട്ട് അടിക്കും. ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു സെൻസർ പോകുന്ന പോലെ സെൻസറിങ് ശബ്ദം മുഴങ്ങും. ഒരിക്കലും 16 ക്യാമറകൾ ഉള്ളപ്പോൾ ഒരു ഇല അനങ്ങിയാൽ പോലും സെൻസറിങ് നടക്കുമല്ലോ. അതുകൊണ്ടാണ് അതുകൊണ്ട് ഇനി ആ ശബ്ദം ഓഫാക്കിയിട്ടിരുന്നോ എന്നറിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമിത്തിനെ ഈ അസമയത്ത് കാണുമ്പോൾ ഈ സെൻസറിങ് മുഴങ്ങുമ്പോഴെങ്കിലും ഉണരേണ്ടതുണ്ട്, അലേർട്ട്. പക്ഷെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ സംശയകരമായി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഈ പറയുന്ന വിജയകുമാർ എതിർത്തില്ലേ എന്നുള്ള ചോദ്യമാണ്. പലരും ഇപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നാൽ പോലും അദ്ദേഹത്തിനോടൊപ്പം സൗദിയിൽ കഴിഞ്ഞിരുന്ന ഒരു ജീവനക്കാരൻ, അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരന്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പറയുന്ന ആസാമിയെ കൊണ്ടൊന്നും ഇദ്ദേഹത്തിന് കൊല്ലാൻ സാധിക്കുകയില്ല, അദ്ദേഹത്തിന്റെ ഒരു വിരളിൽ പോലും തൊടാൻ കഴിയില്ല ഇയാൾക്ക്. കാരണം അത്രയ്ക്ക് ഫിസിക്കലി ഫിറ്റും മെന്റലി ഫിറ്റും അതുപോലെ തന്നെ ശരീരമൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വണ്ണവും ഒത്ത പൊക്കവും ഒക്കെ ഉള്ളൊരു ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ 23 വയസ്സുകാരനായിട്ടുള്ള ഈ ആസാം സ്വദേശിക്കൊന്നും തന്നെ ഇദ്ദേഹത്തിനെ കൊല്ലാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ മുൻ ജീവനക്കാരൻ പറയുന്നത്. അത് തന്നെയാണ് നമുക്കും ചോദിക്കേണ്ടത്. ഒരു തരത്തിലുമുള്ള ഒരു പിടിവലിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു എതിർപ്പോ ഒന്നും തന്നെ ഉണ്ടാകാതിരുന്നു എന്നുള്ളതാണ്. ഇനി കമിഴ്ന്ന് കിടന്നാണ് തലക്കടിച്ചത് എന്നുള്ള കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നേരെയാണ് കിടന്നെങ്കിൽ നേരെ കയറി മുകളിൽ ശരീരത്തിന്റെ പുറത്തായി കയറി ഇരുന്നിട്ട് വാ പൊത്തിപ്പിടിച്ച് അങ്ങനെയാണോ അടിച്ചത്, അങ്ങനെയും സംശയമുണ്ട്. അങ്ങനെ ഒരു തരത്തിലും പിടിവലി നടന്നില്ലേ, അല്ലെങ്കിൽ ഒരു തരത്തിലും തിരിച്ചൊന്നും ചെയ്യാനുള്ള ഒരു സമയം പോലും ഇവിടെ കിട്ടിയില്ലേ എന്നൊക്കെ ചോദ്യമുണ്ട്. അത് ദുരൂഹതയിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ഇയാൾ ഇറങ്ങുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ DVD എടുത്ത് കളയാമെന്ന് അയാൾ വിചാരിക്കുന്നത്. ഒപ്പം ഈ ഫോണും ഒക്കെ തന്നെ എടുത്ത് കളയുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജീവനക്കാരന്റെ ഒരു മൊഴി അല്ലെങ്കിൽ ഒരു ശബ്ദ സന്ദേശം വരുമ്പോൾ അദ്ദേഹം ഒരുപാട് കുറ്റവും പറയുന്നുണ്ട് ഈ മരിച്ചുപോയ വിജയകുമാറിനെ കുറിച്ച്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം വെച്ചാൽ മരിച്ചുപോയ ഒരാളെ കുറിച്ച് നമുക്കിനി, അതും കൊലപാതകത്തിലൂടെ മരണപ്പെട്ട ഒരാളെ കുറിച്ച് നമുക്കിനി വീണ്ടും കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടേ പറയേണ്ട കാര്യമില്ല. അത് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു എന്നാണ് പറയുന്നത്. വിജയകുമാർ എന്ന വ്യക്തി ബുദ്ധിരാക്ഷസനായിരുന്നു. 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയാൽ 100 രൂപയ്ക്ക് വിൽക്കാതെ അദ്ദേഹം അടങ്ങില്ല. മാത്രമല്ല ഈ പറയുന്ന ഈ പ്രതി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ അടിമയെ പോലെയാണ് കണ്ടിരുന്നത്, എനിക്ക് കൃത്യമായി പൈസ തരുന്നില്ല, ശമ്പളം തരുന്നില്ലായിരുന്നു, കുടിശ്ശികയുണ്ടായിരുന്നു, ആ 2 ലക്ഷം രൂപ ഞാൻ എടുത്തത് എനിക്ക് അർഹതപ്പെട്ട പണമാണെന്നാണല്ലോ ഇയാൾ പറയുന്നത്. പക്ഷെ ഈ ജീവനക്കാരൻ പറയുന്നുണ്ട് അദ്ദേഹം മറ്റ് ബോണസുകളോ അലവൻസുകളോ ഒന്നും തന്നെ തരില്ല, അതിന് അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തരാനായിട്ട്, അല്ലെങ്കിൽ അതിന് അങ്ങനെ ബോണസോ അലവൻസോ ഒക്കെ തരുന്ന ഒരു മുതലാളിയല്ല. അത് ശരിയാണ്. പക്ഷേ ചെയ്യുന്ന കൂലിക്ക് കൃത്യമായി പറഞ്ഞ ശമ്പളം കൃത്യ ദിവസം കൃത്യസമയം തന്നെ ലഭിക്കും. അല്ലാതെ ഒരു നയാ പൈസ പോലും കൂടുതലോ കുറവോ ഉണ്ടാകില്ല. എന്താണോ ശമ്പളം അത് കൃത്യമായി കൃത്യസമയത്ത് ലഭിക്കും. അതിനൊരു ലാഗ് ഒന്നും തന്നെ ഉണ്ടാകുന്ന ഒരാളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ പ്രതി പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യായീകരണം അത് തെറ്റായി മാറുകയാണ്. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂരിലേക്ക് പോകാനിരുന്ന ഭാര്യയും ഇയാളും കൂടെ ചേർന്ന് ബാംഗ്ലൂരിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഈ പറയുന്ന വിജയകുമാറിന്റെ ലോഡ്ജിലാണ് ഈ ആസാമി സ്വദേശികളായിട്ടുള്ള ഈ പ്രതിയുടെ പേരെന്തായിരുന്നു? അമിത് ക്ഷമിക്കണം, മറന്നുപോയിട്ടാണ്. അമിത്തും അതുപോലെ തന്നെ അമിത്തിന്റെ ഈ ഭാര്യയായിട്ടുള്ള, അല്ലെങ്കിൽ നിയമപരമായി വിവാഹം കഴിക്കാതെ ഭാര്യ എന്ന് പറയുന്ന ഈ യുവതിയും താമസിച്ചിരുന്നത് ഈ ലോഡ്ജിലാണ്. ഈ ലോഡ്ജിൽ താമസിച്ചിരുന്ന ഈ അമിത്തിനെയും ഈ പെൺകുട്ടിയെയും ഈ വിജയകുമാർ അവരുടെ ജോലിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ലോഡ്ജിൽ താമസിക്കുന്ന എല്ലാവരെയും വിജയകുമാർ ജോലിക്കായി ക്ഷണിക്കുമോ, അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്യുമോ? അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ ചോദിക്കണം ജോലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവർ ആ ലോഡ്ജിന്റെ കാശ് കൊടുക്കാതിരുന്നിട്ടുണ്ട്, ലോഡ്ജിലെ വാടക പൈസ കൊടുക്കാതിരിക്കുകയും എന്നാൽ പിന്നെ നീ എന്റെ ജോലിക്കാരനായി കൂടിക്കോളൂ എന്ന് പറഞ്ഞ് ജോലി ചെയ്യുകയും ഒരു പക്ഷേ ആ ജോലി ചെയ്ത പൈസ കൂലി ഇയാൾക്ക് കൊടുക്കാതെ ആ കൂലി വാടക ഇനത്തിൽ ഇയാൾ വകയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് അറിയാൻ കഴിയാത്ത, ഇനിയും തുറന്നു പറയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. മാത്രവുമല്ല ഒരു കേസിൽ
കേസിലും വർണ്ണിക്കാത്ത തരത്തിലാണ് ഇവിടെ ഈ പ്രതിയെ അമിത് തുറാങ്ങിനെ പോലീസ് കസ്റ്റഡിയിലുള്ള അമിത്തിനെ പോലീസ് വർണ്ണിക്കുന്നത്. വിജയ വിജയ എന്ന് വിളിച്ച് മുഖമൊക്കെ ചുമന്ന് തുടുത്ത് ദേഷ്യഭാവം ചോദ്യം ചെയ്യുമ്പോഴും അമിത്തിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ എന്ത് വർണ്ണനാത്മകമായാണ് വർണ്ണിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ. അത് മറ്റേതെങ്കിലും കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അസ്വസ്ഥരായിരുന്നു എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് പറയുന്നു. അങ്ങനെ അല്ലാതെ ഈ ചുവന്ന് തുടുത്ത് മുഖം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ തന്നെ ഈ വർണ്ണന പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് മുതലാണ് തുടങ്ങിയെന്ന് അറിയില്ല. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആവർത്തിച്ച കാര്യമാണ്, ഇയാൾ ഒരു വാടക കൊലയാളിയാണെന്നാണ് വ്യക്തമാകുന്നത്. ഇയാളിലേക്ക് വരാനായിട്ട് ആരൊക്കെയോ മനഃപൂർവ്വം കൊണ്ട് തെളിവുകൾ അവിടെ ഉപേക്ഷിച്ചു പോയതും ആവാം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഗായത്രി വന്നിട്ടുണ്ട്, ഗായത്രിയിൽ നിന്നും മൊഴി പോലീസ് ശേഖരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ഗായത്രിയുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ അമിത് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഗായത്രിക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അറിയണം. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ജീവനക്കാരന്റെ ഒരു മൊഴിയിൽ നിന്നും പറയുന്നത് ഇയാൾക്കൊരു പാർട്ണർ ഉണ്ടായി, വിജയകുമാറിന്റെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, ബാല എന്നെന്തോണ് പേര്, അയാളും ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു ബിസിനസ് പങ്കാളിത്തമുള്ള എല്ലാവരും മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയാണ്. അപ്പോൾ മറ്റെന്തൊക്കെയോ ഈ ബിസിനസ് മാഗ്നറ്റിനെ ഇല്ലാതെയാക്കാനുള്ള തന്ത്രങ്ങൾ പലതും ഉണ്ടാകാനാണ് സാധ്യത. പക്ഷെ അതിലേക്കൊന്നും പോലീസ് അന്വേഷണം പോകില്ല, അതിലേക്കൊന്നും ആരുടെയും ശ്രദ്ധ പോകില്ല. ഇവിടെ ഈ അമിത് ഉറാങ് തന്നെയാണ് കൊലപാതകി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഈ കേസ് ക്ലോസ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിലിപ്പോ വസ്ത്രങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് തുടക്കത്തിലേ പറയുന്നുണ്ടായിരുന്നു. 2 ശരീരത്തിൽ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നത്. അതിനെ പ്രതി അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ തുടക്കത്തിലൊരു സംശയം പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഒരു റേപ്പ് വല്ലതും നടന്നിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാണ്. പക്ഷെ ഇതിപ്പോ പ്രതി കഴിഞ്ഞ ദിവസം പോലീസിനോട് വിവരിച്ചതിൽ നിന്ന് പറയുന്നത് അത് നാണം കെടുത്താൻ തന്നെയാണെന്ന്. അതായത് ഇപ്പൊ എന്തായാലും കൊലപാതകം കഴിഞ്ഞ് വാർത്ത അറിഞ്ഞ ആളുകളൊക്കെ ഓടിയെത്തും, പോലീസ് എത്തും. ആ സമയത്ത് തന്നെ ഇത്രയേറെ ഉപദ്രവിച്ച അല്ലെങ്കിൽ തനിക്ക് അത്രയേറെ പകയുള്ള ഒരു വ്യക്തി വസ്ത്രമൊന്നും ഇല്ലാതെ കിടക്കുന്നത് നാട്ടുകാർ കാണട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ട് കൂടി തന്നെയാണ് ഇത് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. പകയുടെ ഒരു ഭാഗമായിട്ട് ആയിരിക്കണം. അതായത് അത്രയും നാളും ഇത്രയും വലിയ പണക്കാരനായി ലക്ഷപ്രഭുവായ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പറയുമല്ലോ, നമ്മൾ എത്രയൊക്കെ അധ്വാനിച്ചാലും ലാസ്റ്റ് നമ്മൾ മരിക്കുന്ന സമയത്ത് ഒന്നുമില്ല. മണ്ണിലോട്ടാണ് ഈ ശരീരം പോകുന്നത്. ഒരു പക്ഷെ ആ ഒരു പക കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കാം. മാത്രമല്ല ഈ പറയുന്ന വിജയകുമാറിന് ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. അന്ധവിശ്വാസത്തിന്റെയും ഒക്കെ തന്നെ ആഭിചാര ക്രിയയാണോ എന്നറിയില്ല, പല ക്രിയകൾക്കും ഏർപ്പെട്ടിരുന്നു, അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ദൈവവിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം വീട്ടിലുണ്ടായിരുന്ന 3 രക്തചന്ദ്രത്തിന്റെ മരങ്ങളാണ്. രക്തചന്ദ്രത്തിന്റെ മരങ്ങൾ, രക്തചന്ദ്രം ഈ പറയുന്ന രക്തചന്ദ്രൻ മാത്രമല്ല രുദ്രാക്ഷം ഉണ്ടായിരുന്നു. 2 മുഖം, ഇരട്ട മുഖം, 8 മുഖം, 2 കണ്ണുകൾ, അങ്ങനെ പറയുന്ന വ്യത്യസ്ത ഇനം രുദ്രാക്ഷം ഉണ്ടായിരുന്നു. ഈ രുദ്രാക്ഷം ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതികൾ നേരിട്ടിരുന്നു. അത് മാത്രമല്ല കുംഭമേളയിൽ ഒറ്റയ്ക്ക് പങ്കെടുക്കുന്നു. അത്തരത്തിൽ ധ്യാനവും സന്യാസ ജീവിതവും ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ട് വന്നിരുന്ന, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന ജീവിതം ഇതെല്ലാം തന്നെ അനാഥാലയങ്ങൾക്കോ മറ്റേതെങ്കിലും സംഘടനകൾക്കോ എഴുതി വെച്ചിട്ട് ധ്യാനിക്കാനായി അല്ലെങ്കിൽ സന്യാസത്തിന് പോകാനായിരിക്കാം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക, അറിയില്ല. മാത്രമല്ല അതൊരു ദൂർത്തായിരുന്നില്ല. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഈ പറയുന്ന മാറി മാറി വസ്ത്രം ധരിക്കുന്ന പോലത്തെ ഉള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു സാധാരണ ഒരു ഷർട്ട് വാങ്ങും, ഒരു ടീഷർട്ട് വാങ്ങും, അത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ തന്നെ അത് മാത്രം ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അവസാനമായി അതായത് തേടി എത്തിയത് ഒരു ടീഷർട്ടിന്റെ ഓർഡർ തന്നെയായിരുന്നു. അതും 1000 എത്രയോ സംതിങ്ങിന്റെ ഒരു പാക്കറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ദുരൂഹതകൾ അതുണ്ട്. ഇനി ഗായത്രി വേണം സംസാരിക്കേണ്ടത്. തന്റെ സ്വന്തം അച്ഛന്റെ മരണത്തിൽ, അച്ഛന്റെയും അമ്മയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ഗായത്രിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസ് പറയുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാനാണ് ശ്രമമെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ ഗായത്രിയുടെ ജീവനും ആപത്ത് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത്.